ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. ഇതിനാവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് മൈദ, അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുക്കണം. അപ്പോഴാണ് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒക്കെ മൈദയിലേക്ക് നന്നായിട്ട് മിക്സ് ആയി കിട്ടുക. ഇത് ഓവനിലും ഒറ്റിജിയിലും ഒന്നുമല്ല, സാധാരണ പാനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. സ്റ്റവിൽ പാൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. നല്ല ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പം ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്തു. അപ്പോൾ ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി 2 എഗ്ഗ് പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഒഴിക്കാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഈ സമയത്ത് 1 ടീസ്പൂൺ വെനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 1/4 കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുത്തതാണ്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടറും എഗ്ഗും ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചതാണെങ്കിൽ അത് തണുപ്പ് നന്നായി പോയി റൂം ടെമ്പറേച്ചറിലേക്ക് ആയ ശേഷം കേക്കിന് വേണ്ടി എടുക്കാം. ഇനി ഇത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം നല്ല ലോ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യാം. ഇനി പതുക്കെ സ്പീഡ് കൂട്ടി 5 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തത്. കേക്കിന് നല്ല റെഡ് കളർ കിട്ടുന്നതിന് വേണ്ടി ഷെഫ് മാസ്റ്ററിന്റെ റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. ജെൽ കളറാണിത്, അതുകൊണ്ട് 5 ഡ്രോപ്സ് ചേർത്താൽ തന്നെ നല്ല കളർ ഉണ്ടാവും. ഫുഡ് കളർ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങിച്ച് യൂസ് ചെയ്യാണ് നല്ലത്. ഈ ജെൽ ഫുഡ് കളർ കുറച്ച് കോസ്റ്റ്ലി ആണ്. ഇപ്പോൾ സൂപ്പർ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് അധികവും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കളർ. കളർ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് നല്ല ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ മതി. എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരുമിച്ചല്ല, 3 പ്രാവശ്യമായിട്ടാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് പോകുന്നത്. ഇത്ര സ്പീഡിലല്ല, വീഡിയോ കുറച്ച് സ്പീഡിലായിരിക്കും. പതുക്കെ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ചേർത്തത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം. കേക്ക് മിക്സിംഗ് ഒക്കെ എങ്ങനെയാണെന്ന് ഞാൻ മുന്നേയുള്ള വീഡിയോയിലൊക്കെ കാണിച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ എല്ലാ വീഡിയോയിലും അത് റിപ്പീറ്റ് ചെയ്യാത്തത്. അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ കുറച്ച് സ്പീഡാക്കിയത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തത്. ഇനി 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കാം. എല്ലാ മിക്സിങ്ങും കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് 1 ടീസ്പൂൺ വിനിഗർ ചേർത്ത് കൊടുക്കുന്നത്. വിനിഗർ ചേർത്ത് കൊടുത്ത ശേഷം ഒരുപാട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി പെട്ടെന്ന് തന്നെ ഇത് കേക്ക് ട്രേയിലേക്ക് ഒഴിക്കാം. ഈ കേക്ക് ട്രേയിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കുറച്ച് ഓയിൽ എല്ലാ സൈഡിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാണ് ഞാൻ കേക്ക് ബേക്ക് ചെയ്യാൻ എടുക്കുന്ന ഒരു ഓവൻ സെറ്റപ്പ്. ഈ ഓവൻ സെറ്റപ്പ് ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ഒരു 20 മിനിറ്റ് ആയി ഇപ്പം ഞാനിത് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട്. ഇങ്ങനെ പാനിലൊക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് മിക്സ് ചെയ്യുന്നതിൻ്റെ ഒക്കെ മുന്നേ ആയിട്ട് തന്നെ ഈ പാൻ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റവിൽ വെക്കണം. എന്നാലേ ഈ പാനിൻ്റെ എല്ലാ സൈഡിലേക്കും ഒരുപോലെ ചൂട് ആവുള്ളൂ. അപ്പോൾ നമുക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും ബേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 30 മിനിറ്റ് കൊണ്ട് തന്നെ കേക്ക് നന്നായി ബേക്കായി കിട്ടും. ഈ കേക്ക് ട്രേ ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോഴേക്കും കേക്കിൻ്റെ നല്ല സ്മെല്ലൊക്കെ വരും. ആ സമയത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞ ശേഷം തന്നെ കേക്കിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ബേക്ക് ആയോ എന്ന് നോക്കാം.
എല്ലാ സൈഡിലും കേക്ക് ഇപ്പോൾ നന്നായി ബേക്ക് ആയിട്ടുണ്ട്. കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് ബേക്ക് ആവാനുണ്ട്. ഈ നൈഫിൽ കുറച്ചൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെൻറ്റർ ഭാഗം മാത്രം കേക്ക് കുറച്ചും കൂടി ഒന്ന് ബേക്ക് ആവാനുണ്ട്. കേക്കിൻ്റെ ഈ സെൻറ്ററും കൂടി ഒന്ന് ബേക്കായി കിട്ടാൻ ഒരു 10 മിനിറ്റും കൂടി അടച്ചു വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. 10 മിനിറ്റിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കേക്കിൻ്റെ സെൻറ്റർ പോർഷനും നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇപ്പം ഈ നൈഫിൽ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കേക്ക് എടുക്കാം. എന്നിട്ട് കേക്കിൻ്റെ ചൂട് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതൊരു ട്രഡീഷണൽ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി അല്ല. സാധാരണ ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ അതിൽ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ഒക്കെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇത് ഫ്രഷ് ക്രീമിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാനിപ്പം ഈ കേക്കിന് വേണ്ടി എടുക്കുന്നത്. ഫിയാനയുടെ വിപ്പിംഗ് ക്രീമിൽ ഓൾറെഡി മധുരം ഉള്ളതാണ്. അതുകൊണ്ട് എക്സ്ട്രാ ഐസിങ് ഷുഗർ ചേർക്കേണ്ട ആവശ്യമില്ല. എടുത്ത ശേഷം ബാക്കി വന്ന വിപ്പിംഗ് ക്രീം എയർ ടൈറ്റ് ആക്കി റബ്ബർ ബാൻഡ് ഇട്ട് വെച്ച് ഒരു സിഗ്ലോക്ക് കവറിലൊക്കെ ആക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇനി വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒക്കെ വെള്ളം ഉണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്ത ശേഷം വേണം അതിലേക്ക് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാൻ. എന്നാൽ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ക്രീം നന്നായിട്ട് വിപ്പായി കിട്ടും. നല്ല സ്റ്റിഫ് ആയിട്ടുണ്ട് ഇപ്പം. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇപ്പൊ കേക്കിന്റെ ചൂടൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യാം. ആദ്യം കേക്കിന്റെ ഈ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കട്ട് ചെയ്യാം. ഈ കേക്ക് ഞാനിപ്പോൾ 2 ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്ത ലെയേഴ്സിലേക്ക് ഇനി ഷുഗർ സിറപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഷുഗർ സിറപ്പ് ഈ സമയത്ത് സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ കേക്ക് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ബാക്കി ഷുഗർ സിറപ്പ് കേക്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ലെയറിലും ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കേക്ക് സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം ഫസ്റ്റ് ലെയർ വെച്ച് അതിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് തിക്കായിട്ട് തന്നെയാണ് കേക്കിലേക്ക് ഇപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ക്രീമിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് കോമ്പൗണ്ട് ചേർത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വയ്ക്കാം. രണ്ടാമത്തെ ലെയറിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ച് ഇനി കേക്ക് കംപ്ലീറ്റ് ആയി ക്രീം കൊണ്ട് കവർ ചെയ്തെടുക്കാം. സൈഡിൽ ഈ വിപ്പിംഗ് ക്രീം കൊണ്ട് തന്നെ ചെറിയൊരു ഡിസൈൻ പോലെ കൊടുക്കുന്നുണ്ട്. കേക്ക് ബോർഡിൽ ഇങ്ങനെ എക്സ്ട്രാ ആയിരിക്കുന്ന വിപ്പിംഗ് ക്രീം ഒക്കെ ടിഷ്യൂ പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുക്കാം.
വിപ്പിംഗ് ക്രീം കൊണ്ട് കേക്ക് കംപ്ലീറ്റ് ആയും ഇങ്ങനെ കവർ ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ഈ കേക്ക് ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നുണ്ട്. ഈ ക്രീം ഒന്ന് നന്നായി സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. കേക്ക് സെറ്റ് ആവാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് പൈപ്പിംഗ് ജെൽ ഉണ്ടാക്കാം. ഇതിനായി 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഈ കോൺഫ്ലവർ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ വെള്ളത്തിലേക്ക് നന്നായി മെൽറ്റ് ആയ ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഇപ്പം കോൺഫ്ലവർ നന്നായി വെള്ളത്തിലേക്ക് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇത് കുക്ക് ചെയ്യുന്നത്. കോൺഫ്ലവർ തിക്കായി വരുന്നുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നന്നായി ഒന്നിങ്ങനെ തിളച്ച് വന്നാൽ മതി. ഇത് നമുക്ക് കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു രീതിയിലാണ് വേണ്ടത്. ഒരുപാട് തിക്കാവേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ബബിൾസ് വരുന്ന സമയത്ത് ഫ്ലെയിം സ്വിച്ച് ഓഫ് ചെയ്യാം. രണ്ട് ഡ്രോപ്സ് കളർ ചേർത്ത് കൊടുക്കാം. കളർ ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈ കേക്ക് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ റെഡ് കളർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത്. നന്നായി മിക്സ് ചെയ്യാം. ഇതിൻ്റെ ചൂട് നന്നായി തണിഞ്ഞ് നമുക്ക് കൈകൊണ്ട് തൊട്ട് നോക്കാൻ പറ്റിയ ചൂടുള്ള സമയത്ത് ഇത് കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. ഇനി കേക്കിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം കൊണ്ട് ഈ മുകൾ ഭാഗത്തൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. ഏറ്റവും സിമ്പിളായ രീതിയിലാണ് ഞാനിപ്പോൾ ഈ കേക്ക് ഡെക്കറേറ്റ് ചെയ്തത്. ഈ പൈപ്പിംഗ് ജെല്ലിൻ്റെ മുകളിലേക്ക് കുറച്ച് സിൽവർ ബോൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ കേക്ക് വീഡിയോയിലും പറയുന്ന പോലെ തന്നെ കേക്ക് എപ്പോഴും ഉണ്ടാക്കി അന്ന് കഴിക്കുന്നതിനേക്കാളും ടേസ്റ്റ് തൊട്ടടുത്ത ദിവസം കഴിക്കുമ്പോഴാണ്. മിനിമം ഒരു 12 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് തണുപ്പോടെ കഴിക്കുമ്പോഴാണ് ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്.